ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ? എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തത്? തുറന്നു പറഞ്ഞാൽ, നമ്മൾ പ്രവാസികളോട് ഈ ചോദ്യം ചോദിക്കപ്പെട്ടാൽ ഭൂരിഭാഗം പേരുടെയും ഉത്തരം ഇതായിരിക്കും: അറിയില്ല ഭായി, വെറുതെ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ണിൽപ്പെട്ടു, ക്ലിക്ക് ചെയ്തു. ശരിയാണ്. നമ്മൾ ഫോൺ കയ്യിലെടുക്കുന്നു, സ്ക്രോൾ ചെയ്യുന്നു, വീണ്ടും വീണ്ടും സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ആയുസ്സിലെ ഓരോ വിലപ്പെട്ട നിമിഷവും വിരൽത്തുമ്പിലൂടെ ഇങ്ങനെയാണ് ഒലിച്ചു പോകും. ഓർക്കുക, ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ്. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം നമുക്കൊരു മാറ്റത്തിന് ശ്രമിച്ചാലോ? എന്തിനെന്നറിയാത്ത ഈ നീണ്ട സ്ക്രോളിങ്ങിനിടയിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി ഉത്തരം കണ്ടെത്താൻ വെറും 4 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ഉത്തരം മറ്റാർക്കും വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി മാത്രം, ഏറ്റവും സത്യസന്ധമായി നിങ്ങളോട് തന്നെ ഉത്തരം പറഞ്ഞാൽ മതി. ചോദിക്കട്ടെ. ചോദ്യം 1: നിങ്ങളൊരു ഗൾഫ് പ്രവാസിയാണോ? ഇല്ലെങ്കിൽ ധൈര്യമായി സ്ക്രോളിംഗ് തുടരുക. ചോദ്യം 2: ഇവിടെ ഈ ഗൾഫ് മണലാരുണ്യത്തിൽ നിങ്ങൾ സ്ഥിരമാണോ? അല്ലല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ എല്ലാ അന്തസ്സും ബാക്കിയുള്ളപ്പോൾ നമുക്ക് നാട്ടിലേക്ക് മടങ്ങിയേ പറ്റൂ. ചോദ്യം 3: ആ അനിവാര്യമായ മടക്കയാത്രയ്ക്ക് നിങ്ങളുടെ കയ്യിൽ വ്യക്തമായൊരു പ്ലാൻ ഉണ്ടോ? ചോദ്യം 4: ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഫ്രീ ആയി കിട്ടുന്ന ഈ സമയം ഇതുണ്ടല്ലോ, വെറുതെ സ്ക്രോൾ ചെയ്ത് നിങ്ങൾ തള്ളി നീക്കുന്ന ഈ ഓരോ മിനിറ്റും, ഇതിനെ നിങ്ങളുടെ സുരക്ഷിതമായ ഒരു മടക്കത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നിങ്ങളിത് ചെയ്യുക? സഹോദര, ഞാനിത് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതൊന്നുമല്ല. 23 വർഷം ഗൾഫിൽ ജീവിച്ച ഒരാളാണ് ഞാൻ. 2015 ആ വലിയ സാമ്പത്തിക മാന്ദ്യത്തിൽ 18,000 പേരുള്ള ഒരു വലിയ കോർപ്പറേറ്റിൽ നിന്നും ഒരൊറ്റ ദിവസം കൊണ്ട് ടെർമിനേറ്റ് ചെയ്യപ്പെട്ട ആ 3,000 പേരിൽ ഒരാളായി വീണുപോയ പരുക്കൻ അനുഭവത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. അന്നത്തെ ആ അനുഭവത്തിൽ ഞാൻ പഠിച്ച വലിയൊരു പാഠമുണ്ട്. നാം ഓരോരുത്തരും ഒരു സുരക്ഷിതമായ മടക്കയാത്രയ്ക്കുള്ള റൺവേ തയ്യാറാക്കേണ്ടത് ഗൾഫിൽ നമുക്ക് ജോലിയും ശമ്പളവും ഉള്ളപ്പോൾ തന്നെയാണ്. കയ്യിലെ ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം പ്ലാൻ ചെയ്യാൻ ഇറങ്ങിയാൽ ഒന്നിനും തികയാത്തത്ര വൈകിപ്പോയിട്ടുണ്ടാവും. ഈ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച്, പണത്തിന്റെ അദൃശ്യ നിയമത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ സംസാരിക്കുന്ന വീഡിയോ ലിങ്ക് താഴെ കമന്റിലുണ്ട്. നിങ്ങൾ ഗൾഫ് പ്രവാസിയാണെങ്കിൽ, ഈ മണലാരുണ്യത്തിൽ നിങ്ങൾ സ്ഥിരമല്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ, അനിവാര്യമായ ആ മടക്കയാത്രയ്ക്ക് നിങ്ങളുടെ കയ്യിൽ ഇനിയും വ്യക്തമായ ഒരു പ്ലാൻ ഇല്ലെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്ന ഈ സമയം അത് ഉപയോഗപ്പെടുത്തണം. പ്രവാസ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം കൃത്യമായി തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു വാതിലായേക്കാം അത്. ചിന്തിക്കുക, തീരുമാനമെടുക്കുക.